ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. ഇനിയിപ്പോൾ ക്രിസ്മസ് ഓറിയൻറ്റഡ് ആയിരിക്കും വരാൻ പോകുന്നത്. അതായത് എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, എൻ്റെ ഫോട്ടോഗ്രാഫർ, എല്ലാവർക്കും അറിയാമല്ലോ, സലോമി. അവളുടെ അനിയത്തിയാണ് ഇന്നത്തെ പ്രോഗ്രാം കംപ്ലീറ്റ് ഹോസ്റ്റ് ചെയ്തത്. അപ്പം അവളുടെ കുറച്ച് ഹൈലൈറ്റ്സ് ഉണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ സ്കൂളിലും ക്രിസ്മസ് സെലിബ്രേഷൻ കാണുമല്ലോ. അങ്ങനെ നമ്മളെ സ്കൂളിലും എത്തിയിരിക്കുന്നു സുദിനം. അങ്ങനെ ഞങ്ങൾ ക്രിസ്മസ് സെലിബ്രേഷൻ അവളായിരുന്നു ഫുൾ ഹോസ്റ്റിങ്. ഇത് പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ റിച്വലാണ്. അതാണ് നമ്മളെ ഇടവക വികാരി, പിന്നെ സ്കൂൾ പ്രിൻസിപ്പൽ, അങ്ങനെ അതെല്ലാം ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, പാരൻസ്, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛൻ്റെ കുറച്ച് പ്രസംഗം പോലെ എന്തൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞങ്ങൾ വന്ന് ഇവൾ ഹോസ്റ്റിങ് മാത്രമല്ല, ഡാൻസും ഉണ്ടായിരുന്നു. ഇത് വെൽക്കം ഡാൻസാണ്. ഒരുപാട് ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ മാത്രം ഇടാൻ പറ്റത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കോപ്പി റേറ്റ് വരും. അതുകൊണ്ട് എനിക്ക് ഓഡിയോ ഒന്നും ഇടാൻ പറ്റത്തില്ല. ഓഡിയോ ഇട്ടെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതാണ്. അങ്ങനെ ഇത് വെൽക്കം ഡാൻസാണ്. അത് കഴിഞ്ഞ് പിന്നെ അവളുടെ സിസ്റ്ററിൻ്റെ ഡാൻസ് ഉണ്ട്. അവളുടെ പേര് സമൃദ്ധ എന്നാണ്. ഞങ്ങൾ സമു എന്ന് വിളിക്കും. ഇതിപ്പോൾ ക്രിബിൻ്റെയൊക്കെയാണ്. അങ്ങനെ സാന്റാക്ലോസൊക്കെ ഉണ്ട്. കൊച്ചു പിള്ളേർ തന്നെയാണ് സാന്റ ആയിട്ടുള്ളത്. അങ്ങനെ വേറെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ പാരൻസ് പിള്ളേർ ഒരുക്കുന്നതാണ്. പിള്ളേർ ഭയങ്കര ഹെക്റ്റിക്കായിട്ടാണ് ഇത് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണെന്നാൽ അതുപോലെ നമുക്ക് കഷ്ടപ്പാടുമുണ്ട്. അതൊക്കെ കഷ്ടപ്പാട് അവരിഷ്ടപ്പെടുന്നു. അതാണ്. അങ്ങനെ കുറേ ഡാൻസ് ഉണ്ട്, ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഒക്കെ ഉണ്ട്. ഇത് അങ്ങനെ ഒരുപാട് പെർഫോമൻസ് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അപ്പം ഇനിയിപ്പോൾ ക്രിസ്മസ് ഓറിയൻറ്റഡ് വീഡിയോസ് ആയിരിക്കും വരാമെന്ന്. നമുക്ക് പള്ളിയിൽ പ്രോഗ്രാംസ് ഉണ്ട്. അടുത്ത പെർഫോമൻസിന് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. അതിൽ കൂടെ ഹോസ്റ്റിംഗ് ഉണ്ട്. അങ്ങനെ ഞാൻ ഇതെല്ലാം പാരൻസും കുറേ ടീച്ചേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അവരൊക്കെ മാറിപ്പോയി. അതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റുമായിരുന്നു. ഇത് സ്കൂളിനകത്തല്ല, നമ്മൾ പള്ളി പാരിഷ് ഹാളിൽ വെച്ചാണ് പ്രോഗ്രാം നടത്തിയത്. കാരണം എന്ന് പറഞ്ഞാൽ സ്കൂളിലും വെച്ച് നടത്താൻ ഭയങ്കര അവിടെ സ്റ്റേജില്ല. അപ്പോൾ വെയിലായിരിക്കും. പുറത്താണ് സ്റ്റേജ് ഉള്ളത്. നമുക്ക് പള്ളി ഓറിയൻറ്റഡ് സ്റ്റേജാണ് ഉള്ളത്. പക്ഷേ വെയിലത്ത് വെച്ചാൽ ശരിയാവത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പാരിഷ് ഹാളിൽ വെച്ച് സേഫായിട്ട് എല്ലാവരും വെയിൽ കൊള്ളാതെ ഡാൻസും കണ്ട് നമുക്ക് പരിപാടിയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. ഇതാണ് സലോമിയുടെ സിസ്റ്ററിൻ്റെ 3 പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഒന്ന് ഒരു ഡാൻസ്, വെൽക്കം ഹോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ 2 ഡാൻസ്, 2 ഡാൻസ്. അങ്ങനെ കുറേ ഡാൻസുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഒരു 12 മണിയായപ്പോൾ എല്ലാം എൻഡ് ചെയ്തു. ഇതിനകത്ത് വേറെ എന്തോ പ്രോഗ്രാം ഉണ്ടെന്നൊക്കെ പറഞ്ഞത് ഹോൾ. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാം തീർന്നു. അങ്ങനെ പിന്നെ അറിയാമല്ലോ, നമുക്ക് എവിടെ ചെന്നാലും മിറർ കണ്ട് അപ്പോഴേ സെൽഫി വീഡിയോ എടുത്തില്ലെങ്കിൽ ഒരു സമാധാനമൊക്കെ ഇടാം. എനിക്ക് പറ്റിയ വൈബാണ് ഈ സലോമി. അപ്പം അവളും അതിൽ കൂടെ നിൽക്കും. അങ്ങനെ കുറച്ച് ഫോട്ടോസും എടുത്ത് അത്രയേ ഉള്ളൂ, തീർന്നു. ഇനി അടുത്ത പേരെ വ്ളോഗിൽ കാണാം.